യൂട്യൂബേഴ്സും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യമുണ്ട്. പക്ഷെ ഇത് ആർക്കും അറിയത്തില്ല. നിങ്ങളും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ 2 കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് ന്യൂ ഓഡിയൻസിന്റെ അടുത്തേക്ക് നിങ്ങളുടെ വീഡിയോ എത്തിക്കാനും പറ്റും. അങ്ങനെ ന്യൂ ഓഡിയൻസിന്റെ അടുത്ത് എത്തിക്കുന്ന വഴി നിങ്ങളുടെ ചാനൽ കുറച്ചുകൂടെ ഗ്രോ ചെയ്യിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബിൽ നമ്മൾ പബ്ലിക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് വേറൊരു പരിപാടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൽ കൂടെ നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് കുറച്ച് നേരത്തെ കൂട്ടി നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുത്ത് അവരുടെ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് മേളിൽ തന്നെ നമ്മുടെ വീഡിയോ വന്ന് കിടക്കുകയും ചെയ്യും. ഇത് എങ്ങനെയാണെന്നറിയോ? പറഞ്ഞുതരാം. ആ ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രീമിയർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു വീഡിയോ വരാൻ പോവാണ്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ റിലീസ് ആവാൻ പോവാണ് എന്ന് നേരത്തെ കൂട്ടി നോട്ടിഫിക്കേഷൻസ് കൊടുക്കും. അപ്പൊ സാധാരണ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിൽ താത്തു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ വീഡിയോ പബ്ലിഷ് ആവും എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് പ്രീമിയറിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പബ്ലിഷ് ആവുന്നതിനൊക്കെ മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്തത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഓഡിയൻസിന് അതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ ആദ്യമേ വന്ന് കിടക്കും. അപ്പൊ ഇനി നമ്മുടെ പ്രീമിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ താഴെ കാണുന്ന ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ടൈമും ഡേറ്റും എല്ലാം കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് താഴെ കാണുന്ന സെറ്റ് ആസ് പ്രീമിയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. കുറെ പേരുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പ്രീമിയർ എന്ന് പറയുന്ന ഓപ്ഷൻ വലിയ വലിയ യൂട്യൂബേഴ്സിന് മാത്രമേ അവൈലബിൾ ആണെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. പ്രീമിയർ എന്ന് പറയുന്ന ഓപ്ഷൻ എല്ലാ യൂട്യൂബേഴ്സിനും, ഇപ്പൊ നിങ്ങൾക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും 1000 ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും പ്രീമിയർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അവർ ഈ നോട്ടിഫൈ മീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ പബ്ലിഷ് ആവുന്ന സമയത്ത് തന്നെ അവർക്ക് ഫസ്റ്റിലേ തന്നെ ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്തായിരിക്കും? നമ്മുടെ വീഡിയോയ്ക്കും വ്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ വീഡിയോ പോസ്റ്റ് ആവുന്ന ഒരു പെർട്ടിക്കുലർ ടൈം തൊട്ട് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണാനായിട്ട് തുടങ്ങും. നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് യൂട്യൂബ് കുറച്ചുകൂടെ പുഷ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ന്യൂ ഓഡിയൻസിന്റെ അടുത്തേക്ക് വരെ നമ്മുടെ വീഡിയോ എത്താനായിട്ട് തുടങ്ങും. ഇനി നമ്മുടെ പ്രീമിയറിലുള്ള വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലൈവ് ചാറ്റ് എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട്. ലൈവ് ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നേരത്തെ കൂട്ടി ഇങ്ങനെ ഷെഡ്യൂൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ ചെല്ലുമല്ലോ. അപ്പൊ അതിൽ ലൈവ് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറിയിട്ട് അവർക്ക് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെഷൻ അതിൽ അവൈലബിൾ ആണ്. അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ? നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയാൻ പറ്റും, എന്റെ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് കണ്ടന്റ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ തിങ്ക്, ഓ ഇതിന്റെ അകത്ത് ഇങ്ങനെ കുറച്ച് യൂസ്ഫുൾ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ആ വീഡിയോ കാണാനായിട്ട് ഇരിക്കും. അപ്പൊ അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഓഡിയൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി നമുക്ക് കുറച്ചുകൂടെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, പ്രീമിയർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളുടെ വീഡിയോ ഭയങ്കര വൈറലാവും എന്നല്ല കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ നമ്മൾ ഒരു അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണ നിങ്ങളിൽ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതായത് പ്രീമിയർ മാത്രം ഉപയോഗിച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ എല്ലാ വീഡിയോയും വൈറലാവണം എന്നില്ല. പ്രീമിയർ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നേരത്തെ കൂട്ടി നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ പോലെ പോപ്പപ്പ് ആയിട്ട് വന്നിരിക്കും. പ്രീമിയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ തംബ്നെയിലും ടൈറ്റിലും നമ്മുടെ വാച്ച് ടൈമും എല്ലാം അടിപൊളിയാണോ എന്ന് നോക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് നമ്മുടെ യൂട്യൂബിൽ കയറിയിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? പ്ലസ് ഐക്കണിൽ താക്കുന്നു, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ഇതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യുന്നതിന് പകരം വേറെ ഒരു സംഭവം ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഡയറക്റ്റ് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ക്രോമിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി ഡെസ്ക്ടോപ്പ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിലൊരു കുഞ്ഞു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുവഴി നമുക്ക് കുറച്ചുകൂടെ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ക്രോമിൽ കയറിയിട്ട് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലോഗിൻ ചെയ്തിട്ട് അതിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. കുറച്ചധികം പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻ ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും. അത് മിക്കവാറും ടിക്ക് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി അത് ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ ചെല്ലുകയും ചെയ്യും, അവർക്ക് നോട്ടിഫിക്കേഷൻസ് ഓണായി വരികയും ചെയ്യും. ഇനി മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2-3 തവണ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്രീമിയർ ഇടുമ്പോഴത്തേക്കും ആണോ അതോ പബ്ലിക് ആയിട്ട് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോഴാണോ വ്യൂസ് കൂടുതൽ കിട്ടുന്നതെന്നുള്ളത് നോക്കാം. എന്നിട്ട് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് ഇടുമ്പോഴായിരിക്കും പ്രീമിയറിനെക്കാളും വ്യൂസ് കിട്ടുന്നതെന്നുണ്ടെങ്കിലോ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്രീമിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വ്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതാണ് കുറച്ച് കൂടുതൽ വ്യൂസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്
വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്നാണ് എന്റെ വിശ്വാസം. ഈ ഒരു വീഡിയോനെ കുറിച്ച് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതിയാവും. അപ്പൊ ഓക്കെ, ബൈ.